കുറച്ച് നാളുകൾ കഴിഞ്ഞ് സച്ചിക്ക് തന്റെ പ്രിയപ്പെട്ട ആ കാറ് നഷ്ടപ്പെടുകയാണ്. ഇനി ടാക്സി ഡ്രൈവറായി സച്ചിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് സച്ചി ഒരു ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓട്ടോ ഡ്രൈവറുടെ വേഷമിടുന്നത്. രേവതിക്ക് സച്ചിയെ സഹായിക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടമൊക്കെയുണ്ട്. അങ്ങനെ സച്ചി ഓട്ടോ ഓടിച്ച് ജീവിച്ചു പോകുമ്പോഴാണ് രേവതിയെ തേടി കുറച്ച് സ്ത്രീകൾ വരുന്നത്. രേവതി പണ്ടവർക്ക് ഫ്രീ ആയി പൂകെട്ടി കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ നന്ദിയായി അവര് കല്യാണത്തിന്റെ വലിയൊരു ഓർഡർ തന്നെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അഡ്വാൻസായി വലിയൊരു തുകയും രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. രേവതി ആ കാശ് കൊണ്ട് സച്ചി അറിയാതെ അവനൊരു കാറ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ശേഷം സച്ചി കാണാതെ അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഒരു കാർ ഷോറൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് സച്ചിയുടെ ടേസ്റ്റ് അനുസരിച്ച് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കാറ് തന്നെ രേവതി സെലക്ട് ചെയ്ത് വയ്ക്കുകയാണ്. അടുത്ത ദിവസം രേവതി സച്ചിയും കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. രേവതിയുടെ അമ്മ അനിയത്തിയൊക്കെ നേരത്തെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാറ് പൂജിക്കുന്നത് കണ്ട് സച്ചി ചോദിക്കുവാണ്, ഇതാരുടെ കാറാണെന്ന്. ഇത് നിനക്ക് വേണ്ടി നിന്റെ വൈഫ് വാങ്ങിക്കൊണ്ടുവന്ന കാറാണെന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോൾ രേവതിയോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് സച്ചി. ശേഷം കണ്ണു നിറഞ്ഞ് രേവതിയെ നോക്കി, നീ എങ്ങനെ ഈ കാറ് വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചേച്ചി മാല കെട്ടിയ കാശ് കൊണ്ടാണ് വാങ്ങിയതെന്ന് അനിയത്തി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവള് ഫുള്ള് കാശ് കൊടുത്താണോ വാങ്ങിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേ എന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഫുൾ കാശ് കൊണ്ട് ഇതൊന്നും വാങ്ങണ്ടായിരുന്നു രേവതി. അങ്ങനെ സച്ചി പറയുമ്പോൾ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു കാറ് വാങ്ങിത്തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് രേവതി. അത് കേട്ട് സച്ചി രേവതിയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട്. രേവതി പൂജ കഴിഞ്ഞതിന് ശേഷം കാറിന്റെ കീ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി മുതലേ ഈ കാറ് നിങ്ങളുടെയാണ്, നിങ്ങൾ കാർ എടുക്കുകയെന്ന് രേവതി പറഞ്ഞത് കേട്ട് സച്ചി കാറിലേക്ക് കയറുകയാണ്. പിന്നാലെ രേവതി വന്ന് സച്ചിയുടെ അടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടോ എന്ന് രേവതി ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്ന് സച്ചി പറയുന്നുണ്ട്. നിങ്ങൾ സത്യം പറ, നിങ്ങൾക്ക് ശരിക്കും ഈ കാർ ഇഷ്ടമായോ എന്ന് രേവതി ചോദിക്കുമ്പോൾ പിന്നെ ഇഷ്ടപ്പെടാതെ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ആദ്യമായി വാങ്ങിയ കാറല്ലേ. അങ്ങനെ പറഞ്ഞ് രേവതിയുടെ കയ്യിൽ പിടിച്ച് സച്ചി കാറെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി സുധി ആ കാറ് കണ്ട്, അയ്യേ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ ഇത്, ഈ കാറ് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം വന്ന സച്ചി, ഇതേ എൻ്റെ ഭാര്യ അവൾ അധ്വാനിച്ച കാശുകൊണ്ട് എനിക്ക് വാങ്ങി തന്ന കാറാണ്. നിനക്കും ഉണ്ടല്ലോ ഒരു ഭാര്യ, അവൾ അധ്വാനിച്ച് നിനക്കൊരു കളിപ്പാട്ടം പോലും വാങ്ങി തന്നിട്ടുണ്ടോടാ. അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുത്തപ്പോൾ ശ്രുതി ആകെ ചമ്മി നിൽക്കുകയാണ്.